ഹൈ ഫ്രണ്ട്സ്, വാഗണർ പഴയ മോഡൽ വാഗണർ AC എയർ ഫിൽട്ടർ, AC ക്യാബിൻ ഫിൽട്ടർ എന്ന് പറയും. ആ ഫിൽട്ടർ പഴയ മോഡൽ വാഗണർ കമ്പനി ഇൻബിൽട്ടായിട്ട് ഇല്ലായിരുന്നു. അപ്പോൾ അത് നമുക്ക് പിന്നീട് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. നമുക്കപ്പം മാർക്കറ്റിൽ മാരുതി ജെനുവിൻ പാർട്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെയർ പാർട്സ് കടയിലോ ചെന്ന് ക്യാബിൻ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ കിട്ടും. ഇതുപോലത്തെ ഒരു സാധനമാണത്. അതിലൊരു അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ അടപ്പും ഇതിലുണ്ട്. അത് പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോയെന്ന് കറക്റ്റ് അറിയത്തില്ല. 350 രൂപയാണ് ഇതിൻ്റെ വില. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു നൈഫാണ്. ഇതിൽ കട്ട് ചെയ്താണ് നമ്മൾ വയ്ക്കാനുള്ളത്. അപ്പോൾ ആ ഒരു നൈഫ് കൂടി കരുതണം. ഇതാണ് ആ നൈഫ്. 10 രൂപ വിലയുള്ളൂ. ഇത് നമുക്ക് ഏതെങ്കിലും ഹാർഡ്വെയർ കടയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതെടുത്തതിന് ശേഷം ഈ സീറ്റ് ഞാൻ ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെട്ടം കിട്ടാനായിട്ടാണ്. ഈ സീറ്റ് നമ്മളൊന്ന് ബാക്കിലോട്ട് സ്ലൈഡ് ചെയ്യണം. പിന്നെ ഇത് നോർമലി ഇപ്പോഴത്തെ പുതിയ മോഡൽ കാറുകളിൽ നമ്മൾ ഇത് തുറന്നിട്ട് ഇത് ഇളക്കിയ ശേഷം ഇവിടെയാണ് ഫിൽട്ടർ വയ്ക്കാറുള്ളത്. ഇത് ഇളക്കുമ്പോൾ ഇവിടെ ഒരു ഇത് കാണാം. അവിടെയാണ് ഇപ്പം പുതിയ മോഡൽ കാറുകളിൽ ഫിൽട്ടർ വരുന്നത്. പക്ഷേ നമുക്ക് ഇവിടെയല്ല. നമുക്ക് ഇതിൻ്റെ അടിവശത്തോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ സീറ്റ് മാറ്റിയിട്ടത്. ഇപ്പോൾ കാണിക്കാൻ പോകുന്നതാണ് AC-യുടെ നമ്മുടെ വർക്ക് ചെയ്യുന്ന സാധനം. ഈ ഹോളിൽ കൂടെയാണ് നമ്മുടെ എയർ ഇൻടേക്ക് ചെയ്യുന്നത്. നമ്മൾ AC എയർ എടുക്കുന്നത് ഈ പോർഷനിൽ കൂടെയാണ്. ഇതിനകത്ത് ഈ പോർഷനിൽ ബ്ലോവർ മോട്ടർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ മോട്ടറിനകത്ത് ആ മോട്ടർ കറങ്ങുമ്പോഴാണ് എയർ എടുത്ത് ഇതിനകത്താണ് കൂളിംഗ് കോയിൽ എന്ന് പറയുന്ന ഒരു കോയിലുണ്ട്. അതാണ് നമ്മുടെ AC തണുപ്പിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം. അവിടെ ഒരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവ് സൈഡിൽ കൂടെ കട്ട് ചെയ്ത് മാറ്റി വേണം. അവിടെയാണ് നമ്മൾ ഈ ഫിൽറ്റർ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാനായി നമ്മുടെ ഗ്ലൗ ബോക്സ് ഊരി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ മോഡൽ കാറുകളിൽ ഇവിടെയാണ് നമ്മുടെ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് അതിപ്പം ഇതിലില്ല. ഈ ഹോളിനകത്തൂടെ കാണുന്ന ഗ്രില്ലിനകത്തൂടെ കാണുന്ന അതാണ് നമ്മുടെ കൂളിംഗ് കോയിൽ എന്ന് പറയുന്ന സാധനം. ഇതിൽ ഫിൽറ്റർ ഇല്ലാത്തത് കൊണ്ട് ഈ കോയിലിൻ്റെ അവിടെ വന്നാണ് ഈ പൊടിയും ഇലയും അഴുക്കും എല്ലാം വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ഫിൽറ്റർ അതിന് ഫ്രണ്ടിലാണ് നമുക്ക് വയ്ക്കേണ്ടത്. അപ്പം അത് വയ്ക്കുന്ന സ്ഥലം ഈ പോർഷൻ, ഈ പീസാണ് നമ്മൾ കട്ട് ചെയ്യാനുള്ളത്. ഈ പീസ് കട്ട് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഇതിപ്പം കട്ട് ചെയ്യാനുള്ളത്. കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഈ ബ്ലേഡ് ഇവിടെയായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് അകത്തോട്ട് കയറ്റുക. എന്നിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് പോവുക. കുറച്ച് പാടാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ അത് കട്ട് ചെയ്തു. ഞാനിപ്പോൾ 3 സൈഡ് കട്ട് ചെയ്തു. അതിനുശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പം അതിനെ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ആ കൂളിംഗ് കോയിൽ നമുക്ക് അകത്ത് കാണാം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത സാധനമാണിത്. കൂളിംഗ് കോയിൽ നമുക്കിവിടെ ഇങ്ങനെ കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മളിത് സ്ലൈഡ് ചെയ്ത് നമ്മുടെ എയർ ഫിൽട്ടർ വയ്ക്കാനുള്ളത്. അപ്പോൾ അത് വയ്ക്കാം.
ഇങ്ങനെയാണ് നമ്മളിത് അകത്തോട്ട് കയറ്റുന്നത്. ഇങ്ങനെ കുറച്ച് ടൈറ്റ് ചെയ്ത് കയറ്റണം. ഞാൻ ബാക്കി കയറ്റിയതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ അത് ഫുള്ള് അകത്ത് കയറ്റിയിട്ടുണ്ട്. നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്കൂടെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ഗ്രില്ല് കണ്ടുകൊണ്ടിരുന്ന ഭാഗത്ത്, കൂളിംഗ് കോയിൽ കണ്ടുകൊണ്ടിരുന്ന ഭാഗത്ത് നമുക്കിപ്പോൾ ഈ ഫിൽറ്റർ കാണാം. ഓക്കെ. അപ്പോൾ ഇനി നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ അഴുക്കാവുമ്പോൾ ഈ ഫിൽറ്റർ ഇവിടുന്ന് ഊരിയിട്ട് പുതിയ ഫിൽറ്റർ വെച്ചാൽ മതിയാകും. ഈ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത ഈ ക്ലിപ്പ് അടയ്ക്കണമെന്നില്ല. ഇത് നമുക്കിങ്ങനെ വച്ചിട്ട് നമുക്കിവിടെ വേണമെങ്കിൽ ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്ത് അവിടെ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ച് ഇവിടെയും ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സർവീസ് സെൻറ്ററിൽ വെച്ച് ചെയ്ത് അവരോട് പറഞ്ഞ് ചെയ്യാമെങ്കിലും കുഴപ്പമില്ല. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. പക്ഷേ ചില സർവീസ് സെൻറ്ററിൽ, ഞാൻ സർവീസ് സെൻറ്ററിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഈ മോഡലിൽ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേറെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടാണ് ഇത് ട്രൈ ചെയ്തത്. അപ്പോൾ ഇത് വയ്ക്കാൻ പറ്റി. അപ്പം ഇല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലെ ആൾക്കാർക്ക് നിങ്ങൾ ഇവിടെയാണ് ഇത് വയ്ക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താലും മതിയാകും. ഇതിൻ്റെ കൂടെ കിട്ടിയ അടപ്പാണ് അത്. പക്ഷേ നമുക്ക് ഈ മോഡലിൽ ഈ അടപ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ചില്ല. ഞാൻ ഇനി കാർ സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ്. AC എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. ഞാനിപ്പോൾ AC ഓണാക്കിയിരിക്കുകയാണ്. കൂളിങ്ങിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി കൂളിംഗ് ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ട പൈസ നമുക്ക് ലാഭിക്കാം. ഏകദേശം 2000 രൂപയാണ് ഇതിന് സർവീസ് സെൻറ്ററിൽ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൂളിംഗ് ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായി ഈ ഡാഷ്ബോർഡ് ഫുള്ള് ഇളക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഡാഷ്ബോർഡ്, സ്റ്റിയറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇളക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർ അത് ക്ലീൻ ചെയ്യാൻ മടിക്കുന്നത്. അതുമല്ല 2500 രൂപ ചാർജ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം സർവീസ് സെൻറ്ററിൽ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് കൊടുത്തിരുന്നു. AC ക്ലീൻ ചെയ്യാനായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫിൽറ്ററും വാങ്ങിച്ചാണ് കൊടുത്തത്. ഇത് വയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് എനിക്ക് തിരിച്ച് തന്നത്. അങ്ങനെയാണ് ഞാനിപ്പോൾ സ്വന്തമായി ഇത് വയ്ക്കാൻ ശ്രമിച്ചത്. അതുമല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അഥവാ സർവീസ് സെൻറ്ററിൽ AC ക്ലീനിങ്ങിന് കൊടുത്താലും അവർ നമ്മളോട് ചോദിക്കും, ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു കൺട്രോളുണ്ട്, സ്റ്റിയറിംഗ് റാക്കറ്റ് പോയിട്ടുണ്ട്, അത് മാറ്റണമോ അത് റീപ്ലേസ് ചെയ്യണമോ എന്ന് ചോദിക്കും. അതിനും ഏകദേശം 2500 രൂപയാണ് അത് സർവീസിന് ചാർജ് വരുന്നത്. പക്ഷേ അങ്ങനെ ചോദിച്ചാൽ അത് മിക്കവാറും ഇവർ ഈ ഡാഷ്ബോർഡ് ഇളക്കേണ്ടി വരുന്ന സമയത്ത്, ഈ കൂളിംഗ് ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ഡാഷ്ബോർഡ് ഇളക്കേണ്ടി വരുന്ന സമയത്ത് ഇവർക്ക് സ്റ്റിയറിങ്ങും ഇളക്കേണ്ടതായി ഉണ്ട്. അതുകൊണ്ടായിരിക്കാം അവർ അത് കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ലെങ്കിൽ അത് ഇളക്കാൻ പറയേണ്ടതില്ല. അപ്പോൾ അങ്ങനെ 2500 രൂപ അവിടെയും ലാഭിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്.